നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു ചിക്കൻ കറിയും അതിൻ്റെ കൂട്ടത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള തിക്കിടിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പിടിയും വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയ ഒരു കോമ്പിനേഷൻ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള പിടി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടി, പത്തിരി പൊടിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പം പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ചെറു തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം മൂടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറു തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട്, ഇപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ നല്ല ചൂടോടെ ഇത്രയും ചൂടിൽ നമുക്ക് കുഴക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു ഇത്തിരി സമയം തവി വെച്ചിട്ട് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അരിപ്പൊടിയൊക്കെ നന്നായി മിക്സായി വരുന്ന രീതിയിൽ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ കയ്യിൽ എണ്ണയോ അതല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കൗണ്ടർ ടോപ്പിനകത്തോ ചപ്പാത്തി പലകയിലോ എവിടെ നിന്നാണോ റോൾ ചെയ്യുന്നത് അവിടെ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. കാരണം മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി. അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. ഏറ്റവും ചെറിയ സൈസിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവൻ ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ 4-5 വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് നല്ല രുചി കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് നമ്മുടെ അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാത്രം വെച്ചതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയുള്ളി ചേർക്കുന്നത്രയും ഇതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതായത് ചെറിയൊരു കളറ് മാറി വരുന്ന ഒരു പാകം, ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോഴാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ തേങ്ങയുടെ കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന ഈ ഒരു കൂട്ടിനകത്തോട്ടേക്കാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിടി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, പിടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കരുത്. അപ്പോൾ മൊത്തം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ അതിനകത്തോട്ടേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് അതൊക്കെ നല്ലതുപോലെ പാകമായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ട് മാറിയിട്ടുണ്ടാകും. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഓരോന്നിങ്ങനെ വേർപെട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നന്നായി നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെട്ടി തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ. ഫൈനലായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1/2 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുഴുവനായിട്ട്
മല്ലിപ്പൊടിയാണ്. ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ അളവിൽ പിരിയൻ മുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് ജ്യൂസാണ്, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി അരച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ്, ചതച്ചെടുത്താലും മതി. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ തൈര്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വെക്കുക. ഒരു അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സവാളയിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന പാകത്തിൽ, നമ്മൾ നേരത്തെ ചെറിയുള്ളി വറുത്തെടുത്തല്ലോ അതേ രീതിയിൽ തന്നെ ഇതും ഒന്ന് വറുത്തെടുക്കുന്ന പാകത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാള നല്ലതുപോലെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ അരവ് പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഒരു തക്കാളിയാണ്, അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ സവാളയായിട്ടും തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ചിക്കനെ നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പിന്നീട് നമ്മൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാനുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇതിനകത്ത് നമ്മൾ വെള്ളമോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഉപയോഗിക്കുന്നില്ല. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനെ കുറിച്ച് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും ഒരു ചിക്കൻ കറിക്ക്. പിന്നെ ചെറിയൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഫൈനലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നല്ല ചൂടോടുകൂടി തന്നെ ഒരു വാഴയിലോട്ട് നമ്മുടെ ഈ ഒരു തിക്കിടിയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഇട്ടിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. മുകളിൽ നമ്മൾ കുറച്ച് ചെറിയുള്ളി വറുത്തത് മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെസിപ്പി ഇട്ടിട്ട് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റായിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പിടിയുടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റെസിപ്പിയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം, കണ്ടവർക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.